കുറച്ച് പഠനമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജമുനാപേരി, ബീറ്റൽ, സിരോഹി പോലുള്ള ആടുകളെ കുറിച്ച് പഠിക്കാനും നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ എല്ലാം ഒരു ഇതായത്. എന്ത് ചെയ്തു, നിങ്ങൾ ഈ 15 കിലോ മീറ്റ് വരുന്ന ഒരു ആട് നിങ്ങൾ പഠിച്ചു, അതിനെ 13 കിലോ ആക്കി, നിങ്ങളുടെ തീറ്റയും എല്ലാം കൂടി കൊടുത്തു. പിന്നീട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വില കിട്ടി കാണില്ല. ആടുകളിൽ പർപ്പസരി, സിരോഹി, പർപ്പസരി, കോട്ട, കരോളി. കോട്ടയിൽ തന്നെ കരോളി എന്ന് പറയുന്ന ബ്രീഡുണ്ട്. അപ്പം നമുക്കിപ്പോൾ സാധാരണ നിലയിൽ ഇവിടെ കേരളത്തിലേക്ക് ഇതിൻ്റെ എല്ലാം കൊണ്ടുവന്ന് കൊടുത്താൽ നമുക്ക് തുച്ഛമായൊരു വിലയായിരിക്കും. 10-30. ഈ അവിടുത്തെ കുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഇവരെ 1 ലക്ഷം രൂപയിലുള്ള നല്ല സൗന്ദര്യമുള്ള ബ്രീഡുകൾ ഇപ്പോഴും ജമുനാപേരിയിലുണ്ട്. ഈ തുടക്കക്കാരായ ആളുകൾ വെളിയിൽ നിന്നും കൂടുതൽ സ്റ്റേറ്റ്, നമ്മളെ ജില്ല വിട്ട് പോലും ചിലർ മൊബൈലിലെല്ലാം വിളിച്ച് തുടക്കക്കാരായ ആളുകൾ അങ്ങനെ വാങ്ങാതിരിക്കുന്നത് നല്ലത്. തൊട്ടടുത്ത് 2-3 കിലോമീറ്ററിനകത്തുള്ള ആടുകൾ വാങ്ങിച്ച് വളർത്തുന്നതാണ് നല്ലത്. ഹായ്, നമസ്കാരം. നമ്മൾ കുറച്ച് ഫാമിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡയറി ഫാം, ഫിഷ് ഫാം, ഹോഴ്സ് ഫാം എന്നൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് വെറൈറ്റി ഫാമിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു ഗോഡ് ഫാം എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഗോഡ് ഫാമിൻ്റെ ഞാൻ അന്വേഷിച്ച സമയത്ത് ട്രിവാൻഡ്രത്ത് ബാലരാമപുരത്തിനടുത്ത് ഒരു ഏതൻ ഗോഡ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഫാം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ പറ്റി അന്വേഷിച്ചപ്പം പുള്ളിക്കാരന് കേരളത്തിൽ പല സ്ഥലത്തും ഫാമുകളുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് ആ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും നമുക്ക് ഏതൻ ഗോഡ് ഫാമിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പുള്ളിക്കാരൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചാലേ. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക. ഇക്ക നമസ്കാരം. നമസ്കാരം. എന്തെങ്കിലും വിശേഷം? സുഖം. ഇതിന്റെ പേരെന്താ, ഫാമിന്റെ പേരെന്താ? നമ്മുടെ ഫാമിന്റെ പേര് ഏതൻ ഗോഡ് ഫാം. ഏതൻ ഗോഡ് ഫാം. ഏതൻ ഗോഡ് ഫാം. ലൊക്കേഷൻ എവിടെ വരുന്നത്? നമുക്ക് വരുന്നത് തിരുവനന്തപുരം 14 കിലോമീറ്റർ ബാലരാമപുരത്ത് നിന്ന് ഇടതൊരു 3 കിലോമീറ്റർ വരുമ്പോൾ എരുത്താവൂർ എന്ന് പറയുന്ന സ്ഥലം. എരുത്താവൂർ. ഓക്കെ ഓക്കെ ഓക്കെ. എത്രയായി നമ്മൾ ഈ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ മൊത്തം 15 വർഷം ഇത്. ഓക്കെ. അതിന് മുമ്പ് എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ വന്ന് തുടങ്ങിയതാണ്. ഓക്കെ. ഈ ഒരു ആഗ്രഹം കൊണ്ട് പിന്നെ പോയില്ല? അല്ല, നമുക്കിപ്പോ ഈ സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണമാണ്. അപ്പോൾ ഈ അവിടുത്തെ ഈ പ്രാദേശിക കർഷകരാണല്ലോ ഈ ആടുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഇവര് സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്ക് സൂപ്പർ മാർക്കറ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി ഇവരുടെ പർച്ചേസ്, ഇവരുടെ ഒരു രീതിയുണ്ട്. മറ്റുള്ള ആളുകളെക്കാളും ഇവരിടപെടുന്ന ഒരു രീതിയുണ്ട് ഈ ആട് കൊണ്ടുവരുന്ന അവരുടെ ഒരു രീതി. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് നോക്കിയപ്പോൾ തിരിച്ച് ഞാനിവിടെ നമ്മുടെ കേരളത്തിലേക്ക് വന്നു. ഇപ്പോൾ ലീവിനാണ് വന്നത്. 11 മാസം കൊണ്ട് വീണ്ടും അക്കാമയുടെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് എൻ്റെ മോള്, നമ്മുടെയൊക്കെ ഒരു ഇതുണ്ട്, ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു ആടിന് അറുത്ത് കൊടുക്കൽ. അതെ, അങ്ങനെ അറുത്തുകൊണ്ടായ ഒരു ലാഭം, ഒരാട്ടിൽ നിന്ന് കിട്ടിയ ഒരു കിലോ വെച്ച് നോക്കിയപ്പോൾ ലാഭം എന്ന രീതിയിൽ അറിവിലേക്കാണ് ആദ്യം നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഈ ആടുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ആടുകൾ ചെറിയ ആടുകൾ, മലബാരി ആടുകൾ ചെറിയ ആടുകൾ. അപ്പോൾ കുറച്ച് പഠനമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജമുനാപേരി, ബീറ്റൽ, സിരോഹി പോലുള്ള ആടുകളെ കുറിച്ച് പഠിക്കാനും നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ എല്ലാം ഒരു ഇതായത്. ഇപ്പം നിലവിൽ ഏതൊക്കെ ബ്രീഡുകളാണ് ഇക്കര കയ്യിലുള്ളത്? ഇപ്പോഴ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രീഡുകളുള്ളത് ബീറ്റൽ, സിരോഹി, ജമുനാപേരി ബ്രീഡുകളാണ്. മുമ്പ് പിന്നെ എല്ലാ ബ്രീഡുകളും ഉണ്ടായിരുന്നു. ഓക്കെ. അതിന്റെ കൂടെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ നാടൻ ഇവിടുത്തെ പ്രധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആടുകളുമായിട്ട് ഈ ബ്രീഡുകളെ ക്രോസ് ചെയ്യിപ്പിച്ച് നല്ല കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മീറ്റ് കൊടുക്കുന്ന 650. റേറ്റ് കുറവാണല്ലോ. ഇവിടെ 850 വിൽപ്പന ഉണ്ട്. നമ്മുടെ കർഷകരിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുത്ത് കൊടുക്കുന്നത് കൊണ്ടും ഇവർക്ക്, അതായത് ഇവിടെ നിന്ന് മേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആടുകൾ തന്നെ ഗ്രോത്ത് കൂടുതലാണ്.
അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ലാഭകരമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് മറ്റു കൊടുക്കുന്നതിനേക്കാളും എന്താണ് ലാഭമാണ്. അപ്പോൾ ഈ ആടുകളിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും എങ്ങനെയാണ് നമുക്ക് അതിന് ഒരു പ്രോഫിറ്റ് വരുന്നത്? എന്തൊക്കെ രീതിയിലാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്? ആടുകളിൽ നമുക്ക് പ്രോഫിറ്റ് വരുന്നത് ഇപ്പോഴ് കൊറോണ സമയങ്ങളിൽ അനേകം ആളുകൾ ആട് വളർത്തലിലേക്ക് ഇറങ്ങി അവർ വളർത്തി ശരിക്കും ആളുകൾക്ക് 99% ആളുകൾക്കും പരാജയമായിരുന്നു. കാരണം എന്താണ് എന്ന് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നമ്മൾ ആട് കാർഷിക മേഖലയാണ്. ആട് ഒരിക്കലും നമ്മളൊരാട് വാങ്ങി ആടിന് തീറ്റ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരിക്കലും ആട് വലിയ വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയൂല. ആടുകളെ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ആ കുഞ്ഞുങ്ങളിൽ നിന്ന് വീണ്ടും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വരുന്ന സമയത്ത് മാത്രമാണ് ആടുകൾ നമുക്ക്, അതായത് പെറ്റ് പെഴുകുന്ന രീതിയിൽ മാത്രമാണ് ആട് കാർഷിക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വാഴ നടുകയാണെങ്കിൽ വാഴ 10 മാസം കഴിഞ്ഞ് ആ വാഴ കൊലയാകുമ്പോൾ മാത്രമേ ഒരു വാഴയിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുകയുള്ളൂ. അതേപോലെ ആട് മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു ആട് കർഷകൻ അല്ലെങ്കിൽ ഒരു ആട് വളർത്തുകാർ എപ്പോഴും ആട് കൊണ്ടുപോവുക, ആട് പ്രസവിച്ചു അതിൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് വരുന്ന ഗ്രോത്തും പാലും അതിൻ്റെ കാഷ്ടവും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ലാഭകരമാവുള്ളൂ. ഇപ്പോൾ 90% ആളുകളും വീഡിയോകൾ കുറവായിരിക്കും ഈ ആട്ടിൻ്റെ. കാരണം അവർ കാണുമ്പോൾ തന്നെ അവർക്ക് കുറേ ആളുകൾ വളർത്തി നഷ്ടം വന്നപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. കാരണം കൊറോണ സമയങ്ങളിൽ എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് കേരളത്തിൽ ആട് വളരെ കുറവായിരുന്നു. ഒരു 100-150 ആടുണ്ടായിരുന്ന സ്ഥലത്ത് ഇവർ ഒരു പുതിയ തുടക്കക്കാരായ ആളുകൾ മാർക്കറ്റിൽ 10,000 രൂപയ്ക്ക് വാങ്ങേണ്ട ആട് 20,000 രൂപയ്ക്ക് വാങ്ങിച്ചു. 10,000 രൂപ കൂടുതലാണ് നിങ്ങൾ വാങ്ങിയത്. ആ ആട് തിരിച്ച് നിങ്ങൾ തീറ്റ കൊടുത്തു. നിങ്ങൾ പഠിക്കുകയായിരുന്നു ആടിന്. നിങ്ങൾക്ക് വന്ന പരാജയം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആടുകളെ പഠിക്കുകയായിരുന്നു. ഈ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? നിങ്ങൾ ഈ 15 കിലോ മീറ്റ് വരുന്ന ഒരു ആട് നിങ്ങൾ പഠിച്ചു, അതിനെ 13 കിലോ ആക്കി. നിങ്ങളുടെ തീറ്റയും എല്ലാം കൂടി കൊടുത്തു. പിന്നീട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വില കിട്ടി കാണില്ല. നിങ്ങൾ ആദ്യമേ ഈ കൊറോണ എന്നുള്ളൊരു കാലഘട്ടമായിരുന്നു കാർഷിക മേഖലയിൽ. ഇപ്പോൾ ചെടി വളർത്താൻ അറിഞ്ഞൂടാത്തൊരു ചെടി വളർത്തി പഠിച്ചു, മത്സ്യം പഠിച്ചു, ഡോഗ് പഠിച്ചു, എല്ലാം പഠിച്ച ഒരു കാലഘട്ടമായിരുന്നു. അത് എല്ലാവർക്കും മനസ്സിൽ. പക്ഷേ ഈ ആട് വളർത്തൽ ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയില്ല എന്ന് പറയാം. വീടുകളിൽ എത്രയോ വീടുകൾ അടിയും പിടിയെല്ലാം നടന്നിട്ടുണ്ട് ഈ ആട് വളർത്തേക്ക്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. അപ്പോൾ ഈ കാർഷികമായി കണ്ടാൽ മാത്രമേ ആട് വളർത്തൽ ലാഭകരമാവുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഫാം നിങ്ങൾ വന്നപ്പോൾ കണ്ടു, ഇവിടെ ആട് കുറവാണ്. അപ്പോൾ നിങ്ങൾ വലിയ ഫാം എന്ന് പറഞ്ഞാണ് വന്നത് അല്ലേ? അന്ന് ശരിക്കും ആടുകളെല്ലാം ഉണ്ടാവും, നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നത്. പക്ഷെ നമുക്കിവിടെ ആട് വളർത്തൽ കേരളത്തിൽ നഷ്ടമാണ്. കൈത്തീറ്റ കൊടുക്കുന്ന കാലത്തോളം നമുക്ക് ആട് വളർത്തൽ നഷ്ടമാണ്. പക്ഷെ ഒരു വീട്ടിൻ്റെ പുറകുവശത്ത് നമുക്കൊരാടും അതിൻ്റെ 2 കുഞ്ഞുങ്ങളും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതി, ഒരു ആടും 2 കുഞ്ഞും വളർത്തുകയാണെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ കുറച്ച് വേസ്റ്റുകൾ വരും, ചോറും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം വരും. അതുപോലെ പഴത്തിൻ്റെ തോലും ഇതെല്ലാം വരുമ്പോൾ അതിന് വേറെ ഒരാൾ ജോലിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരാടിനെ രാവിലെ വീട്ടിൻ്റെ പുറകുവശത്ത് കെട്ടുന്നു, അതിനെ പിടിച്ച് കെട്ടുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ആവറേജ് ഒരു 3 പ്രസവം 2 വർഷത്തിൽ നിന്നും ഒരു 3 പ്രസവം കിട്ടുന്ന ഒരു ആട് കർഷകന്, ഒരു ആട് വളർത്തുന്ന സാധാ ഒരു കുടുംബക്കാരന്, ഒരു ലാഭം ഇല്ലാത്തവർക്ക് പോലും നമുക്ക് നിസ്സാരമായിട്ട് ഒരു 40,000 45 രൂപ നമുക്ക് ഒരു ആടിൽ നിന്നും കുഞ്ഞുങ്ങൾ വഴി ഉണ്ടാക്കാൻ കഴിയും. കുടിൽ വ്യവസായം പോലെ. അതിന് പക്ഷേ നമ്മൾ ഒരു ഫാമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റകൾ കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ 100 ആടിനുള്ള തീറ്റ കേരളത്തിലില്ല. വലിയ നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിലെല്ലാം പ്രായോഗികമായിട്ട് നടക്കും. പക്ഷേ സിറ്റി മറ്റ് പ്രദേശങ്ങളിൽ അങ്ങനെ ആട് വളർത്തൽ ലാഭകരമാക്കി എടുക്കാൻ കഴിയും. ഞാൻ പറഞ്ഞതുപോലെ കുടിൽ വ്യവസായം പോലെ ചെയ്യുന്ന 1, 2, 3 അല്ലെങ്കിൽ ഒരു 10 ആടുകൾ വരെ ഒരു വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ അവർക്ക് റേഷൻ്റെ അരിയും ഇതുമെല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭകരമായിട്ട് വീട്ടിലൊരു സ്ത്രീക്ക് നല്ലൊരു ബെനിഫിറ്റ് ആക്കി എടുക്കാൻ പറ്റും. സാധാരണ നിലയിൽ ഒരു 10 ആടുകളെല്ലാം വളർത്തി കഴിഞ്ഞാൽ ഒരു 2 കുട്ടി പ്രസവിക്കുന്നതാണ്. ഒരു ശരാശരി നമുക്കൊരു 2 വർഷത്തിൽ 3 പ്രസവ ആട്ടിൽ നിന്നും കിട്ടുകയാണെങ്കിൽ ശരാശരി 6,000 രൂപ ഒരു കുഞ്ഞിന് വെച്ച് കൂട്ടിയിരുന്നാലും 6 കുട്ടിക്ക് നമുക്ക് എന്തായിരുന്നാലും എത്രയായി? 6 വെച്ച് പിന്നെ 6 എത്രയാ? 8 കുട്ടികളല്ല പറഞ്ഞത്. അതെ, 8 കുട്ടി. 6 വെച്ച് തന്നെ 12 ഒരു 60,000 രൂപ നമുക്കൊരു ആട്ടിൽ നിന്നാണെങ്കിൽ പോലും 10 ആട്ടിൽ നിന്നും നമുക്ക് 6 ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ പറ്റും. അത് നമുക്ക് ഈ സമ്പാദിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തിൽ 6 ലക്ഷം രൂപ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല, നല്ല പണിയുണ്ടാവും. അതിപ്പോൾ ഈ പണി എല്ലാവരും പെട്ടെന്ന് 650 രൂപ ഉണ്ടല്ലോ 700 ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഇതാക്കാം എന്ന രീതിയിലാണ് ഈ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്നവർക്ക് പരാജയം വരും. ഇത് കൃഷിയാണ്, കാർഷിക മേഖലയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ലാഭകരമാണ്.
പിന്നെ ഈ ഇപ്പം നമ്മൾ ഇമ്പോർട്ടഡ് ബ്രീഡുകളെ ഇറക്കുന്നതിൻ്റെ ഒരു കാരണം എന്താ? ഈ പാലിൻ്റെ ഇത് ക്വാണ്ടിറ്റി കൂടും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ മലബാരി ആടുകൾക്ക് ശരാശരി ഒരു 14 കിലോ ഒരു വെയിറ്റ് വരികയാണെങ്കിൽ, 14 കിലോ മീറ്റ് വരികയാണെങ്കിൽ, നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ച് ഇറക്കുന്ന ആടുകൾക്ക് ഒരു 25 കിലോ 30 കിലോ വരെ എല്ലാം ബ്രീഡ്. അപ്പോൾ ഒരു 16 കിലോ 14 കിലോയുടെ ഒരു 7 മാസം വളർത്തുമ്പോൾ നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ 10 ആടുകളിൽ നിന്ന് നമുക്ക് 160 കിലോ 170 കിലോയുടെ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വെള്ളക്കോഴിയെ പോലെ 48 ദിവസം കൊണ്ട് എന്താവുന്നില്ല 2 കിലോ ഇതാകുന്ന ഒരു സിസ്റ്റം നമ്മൾ ആടില്ല. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഇത് ഫാം ആടാണ്, ഇത് വെളിയിൽ നിന്ന് വരുന്ന ആടുകൾ. അങ്ങനെയൊന്നുമില്ല. ആടുകൾക്കെല്ലാം അങ്ങനെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യും? ടാക്സ് അടയ്ക്കും. ഇല്ല, ആടുകൾക്ക് പൊതുവേ ആടുകൾക്കൊന്നും ടാക്സ് ഇല്ല. അത് ഈ ഇതുപോലുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ഗ്രോത്ത് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതേ ഉള്ളൂ ആടുകൾ. ഓക്കെ. ഇപ്പം നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് ഇപ്പം പറഞ്ഞ പോലെ വരെ പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. ഈ സമയത്ത് ഈ കാലാവസ്ഥ ഒരു വിഷയമല്ലേ? വലിയ വിഷയമാണ്. നമുക്ക് ഈ മഴ വരുന്ന സമയങ്ങളിൽ കൂടുതൽ ആടുകൾ നമ്മൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു തുടക്കക്കാരായ ആളുകൾ, അതായത് ആട് വാങ്ങണം, ആട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മഴ സമയങ്ങളിൽ ആട് വാങ്ങാൻ നിൽക്കരുത്. ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നതും പകർച്ചവരുന്നതും അത് ഏതാടിനായിരുന്നാലും. ഇപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആടുകൾ തീർച്ചയായും ആട് തുടക്കക്കാരായ ആളുകൾ ഒരിക്കലും വില കൂടിയ ആടുകൾ, ഇപ്പോൾ പഞ്ചാബിൻ്റെ ആടോ രാജസ്ഥാൻ്റെ ആടുകളോ വാങ്ങാൻ നിൽക്കരുത്. കാരണം പഠിക്കുന്നതാണ്. പഠിക്കുന്നതൊരിക്കലും വില കൂടിയതിൽ ആവാതിരിക്കാം, നഷ്ടം വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ആടിൻ്റെ കാര്യത്തിൽ പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, ഈ ഫാമിംഗ് പരിപാടിയിലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണ്? ഏറ്റവും കൂടുതലൊരു ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് ഈ ആടുകളുടെ അസുഖങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നിടത്ത് ഒരു ബുദ്ധിമുട്ട് വരും. പ്രധാനം ഈ ആടുകൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരില്ല എങ്കിലും നമ്മൾ ഈ തീറ്റ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ള വയറ് സ്തംഭനം, അതുപോലെ പനി. ഇപ്പം ഈ ആടുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഒരാളെ ഇറക്കുമ്പോൾ ഒരാട് കിടന്ന് ഇങ്ങനെ വെപ്രാളപ്പെടും. ഭയങ്കര ഈഗോ ഉള്ളൊരു ജീവിയാണ്. അപ്പം ഈ ആടുകളെ നമ്മൾ ഒരാടിന് ഡെയിലി തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മൾ പോകുന്ന സമയത്ത് ആട് എഴുതിച്ചില്ല, അല്ലെങ്കിൽ ആടൊന്നും കാണില്ല, അതിനെ പനിയാണ്, അതിൻ്റെ അസുഖമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ആടുകളുടെ ഒരു പ്രധാനം ഈ തിരിച്ചറിഞ്ഞ് ചികിത്സയും കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിലൊരു പരാജയമോ കാര്യങ്ങളോ ഒന്നും വരില്ല. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും 600, നമ്മുടെ ഏറ്റവും കൂടുതൽ വില കുറച്ച് കൊടുക്കുന്ന 650 ഇവിടെ മീറ്റ് കൊടുക്കുന്നത് പോലും നമുക്ക് 10 മാസം കൊണ്ട് ഏതാണ്ട് നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ 20 കിലോ, അതായത് 13,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. 10 ആടാകുമ്പോഴേക്കും 1,30,000 രൂപ. ഇതൊരു വേറെ കൃഷിയില്ല. ഇത് രാജസ്ഥാന്റെ ബ്രീഡാണ്. രാജസ്ഥാന്റെ എന്താ പേര്? ഇത് സിരോഹി എന്ന് പറയുന്ന ബ്രീഡാണ്. സിരോഹി. ആടുകളെല്ലാം ഈ സ്ഥലപ്പേരുകൾ കൊണ്ടാണ് അറിയപ്പെടുന്നത്. ഇത് രാജസ്ഥാന്റെ സിരോഹി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആടാണ്. അതാണ് സിരോഹി എന്ന് പറയുന്നത്. ഇന്ത്യനാണ്, ഇന്ത്യൻ ബ്രീഡാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് ബ്രീഡുകളുള്ള സ്റ്റേറ്റ് രാജസ്ഥാനാണ്. ആടുകളിൽ പർപ്പസരി, സിരോഹി, പർപ്പസരി, കോട്ട, കരോളി. കോട്ടയിൽ തന്നെ കരോളി എന്ന് പറയുന്ന ബ്രീഡുണ്ട്. അതുപോലെ ബാർബാറി എന്ന് പറയുന്ന ബ്രീഡുണ്ട്. സലവാടി എന്ന് പറയുന്ന ബ്രീഡുകളുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ബ്രീഡുകളുള്ളത് രാജസ്ഥാനിലാണ്. ഏറ്റവും കൂടുതൽ ഇനങ്ങളുള്ളത്. അത് ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ഇനങ്ങളുണ്ടെന്നാണ്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് നമുക്ക് രാജസ്ഥാന്റെ ബ്രീഡ് സിരോഹിക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ പാലുൽപാദന ശേഷി കൂടുതലാണ്. നമുക്കിപ്പോൾ ജമുനാപേരിക്ക്, അതുപോലെ ബീറ്റലിന്, സിരോഹി, നമ്മുടെ മലബാരി ആടുകളെ പോലെ തന്നെ പാലുൽപാദന ശേഷി കൂടുതലാണ്. അതുപോലെ തന്നെ ഗ്രോത്തിന്റെ ഈ വളർച്ച നിരക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ നമുക്ക് മീറ്റ് എടുക്കുമ്പോൾ വേസ്റ്റേജ് കുറവാണ്. മറ്റു ബ്രീഡുകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഇപ്പോൾ ഒരു 20 കിലോ നമുക്ക് തൂക്കുന്ന ഒരു ആടിന് ഒരു 14 കിലോ 12 കിലോ വരെയെല്ലാം മീറ്റ്, 12-13 കിലോ വരെയെല്ലാം മീറ്റ് ഇവർക്കുണ്ടാവും. ഇവർക്ക് രോമത്തിന് ഇത് കുറവാണ്. അങ്ങനെ ഉണ്ടാകുന്ന ബ്രീഡിന് ഇത്. അതുപോലെ നമ്മളെ മലബാരി ആടുകളുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ച് നല്ല കുഞ്ഞുങ്ങൾ ഇറക്കാൻ പറ്റുന്ന ബ്രീഡാണ്.
ഇതിന് അതുപോലെ തന്നെ പാലുൽപാദന ശേഷി കൂടുതലായിരിക്കും. മാംസോൽപാദനം കൂടുതലായിരിക്കും. ബോവറിനെ പോലെയെല്ലാം സെയിം. ഇപ്പോൾ നല്ല ഓസ്ട്രേലിയൻ ബ്രീഡ് ബോവറിനെയാണ് നമ്മൾ ഈ മാംസത്തിനെല്ലാം പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ നല്ല നല്ല എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ബ്രീഡാണ് ഈ രാജസ്ഥാൻ്റെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ വരുന്ന ഇപ്പോൾ കട്ടിങ്ങിന് വേണ്ടി വരുന്ന ബ്രീഡുകളെല്ലാം കൂടുതലും ഇവരുടെ എല്ലാം കുഞ്ഞുങ്ങൾ. ഇപ്പോൾ മലബാരിക്ക് നമുക്ക് ക്രോസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 3 കുട്ടികളുണ്ടാവും. ഇവനെ കൊണ്ടൊന്ന് ക്രോസ് ചെയ്യിപ്പിച്ച 3 കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനമായിട്ട് ഒരു കർഷകന് മാറുന്നത്. ഇപ്പോൾ ക്രോസിംഗ് ആണ് നല്ലത്. പിന്നെ പാലുൽപാദന ശേഷി കൂടുതലാണ്, പ്രതിരോധ ശേഷി കൂടുതലാണ്. പിന്നെ അവിടെ രാജസ്ഥാനിൽ നിന്ന് വരുന്ന സമയത്ത് മീറ്റിന് വേണ്ടി ആടുകൾ വരാറുണ്ട്, ബ്രീഡിങ്ങിന് വേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റിൻ്റെ വ്യത്യാസത്തിൽ ചില സമയങ്ങളിൽ ഈ ആടുകൾ വന്നിറങ്ങുമ്പോൾ പിന്നെ ന്യൂമോണിയ അതുപോലുള്ള അസുഖങ്ങൾ വന്നിട്ട് കർഷകർക്ക് നഷ്ടങ്ങൾ വരാറുണ്ട്. അത് തുടക്കക്കാരായ ആളുകൾ കൂടുതലും ബ്രീഡുകൾ വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ബ്രീഡുകൾ വളർത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. രണ്ടാണ്. വളർത്താൻ അറിയാത്തതായ ആളുകൾ ബ്രീഡ് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അറിയാവുന്ന ആളുകൾ ബ്രീഡ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ വിലയുടെയും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഗ്രോത്തിൻ്റെയും പാലുൽപാദനത്തിൻ്റെയും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഇത് പ്രത്യേകത. ഇത് 26 മോഡൽ ഉണ്ട് നിലവിൽ ഇതിൽ തന്നെ. ഇത് പഞ്ചാബിൻ്റെ ബ്രീഡാണ്. ബീറ്റൽ എന്ന് പറയും. ബീറ്റൽ. നമുക്ക് പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇവന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിയിട്ട് ഹൈ വെയിറ്റ് ഗോട്ട് നടിച്ചാൽ അല്ലെങ്കിൽ മിൽക്ക് ഏറ്റവും കൂടുതൽ മിൽക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 36 ലിറ്റർ വരെ റെക്കോർഡാണ്. ഒരു ആട്ടിൽ നിന്ന് 36 ലിറ്റർ വരെ പാലുൽപാദന ശേഷിയുള്ള ബ്രീഡാണിത്. അതുപോലെ 320 കിലോ ലൈവ് വെയിറ്റ് ഉള്ള ബ്രീഡാണിത്. 320 കിലോ. അതെ. നമ്മുടെ ഈ പാകിസ്ഥാൻ, നമ്മുടെ രാജസ്ഥാൻ, നമ്മുടെ പഞ്ചാബിൽ ഇവരുടെ മത്സരങ്ങൾ നടക്കും, എക്സിബിഷൻ നടക്കും. അപ്പോൾ ഇവരുടെ ഓരോ ആടിൻ്റെ വില, അതായത് ആ ജനറേഷനിൽ വരുന്ന ആടുകളുടെ വില എന്ന് പറയുമ്പോൾ 7 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ വില. അപ്പം നമുക്കിപ്പോൾ സാധാരണ നിലയിൽ ഇവിടെ കേരളത്തിലേക്ക് ഇതിൻ്റെ എല്ലാം കൊണ്ടുവന്ന് കൊടുത്താൽ നമുക്ക് തുച്ഛമായൊരു വിലയായിരിക്കും. 10, 30 രൂപ, 35 രൂപ, 40 രൂപ എല്ലാം വരുന്നത്. കാരണം അതിൻ്റെ ലിറ്റർ എന്ന് പറയുമ്പോൾ 4 ലിറ്റർ, 3 ലിറ്റർ വരെ എല്ലാം പാല് വരുന്ന ആടുകൾ. സാധാരണ നോർമലായിട്ട് 2 ലിറ്റർ വരെ എല്ലാം പാല് വരും. അതുപോലെ തന്നെ വളർച്ച എന്ന് പറയുമ്പോൾ 120 കിലോ, ഒരു 140 കിലോ എല്ലാം വരുന്ന വളർച്ച. ഇപ്പോൾ ഒരു 95 കിലോ വെയിറ്റ്. 95 കിലോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ രാജസ്ഥാൻ ഇത്. അതുപോലെ തന്നെ മീറ്റിൻ്റെ നമുക്ക് ഇതിൻ്റെ എല്ലാം റെക്കോർഡ് എടുത്ത് വെച്ചാൽ 320 കിലോ വരെ എല്ലാം ഇവരുടെ വളർച്ചയുണ്ട്. നമുക്ക് നെറ്റ് സെർച്ച് ചെയ്ത് തന്നെ കിട്ടുന്നതാണ്. ഇവിടെ എക്സിബിഷൻ ഉണ്ട്, മത്സരങ്ങളുണ്ട്. ഇവിടെ കേരളത്തിൽ കുറവാണ്. ഇവിടെ കൂടുതലും ഡോഗിൻ്റെ ആണല്ലോ കൂടുതൽ വരുന്നത്. ഇതിന്റെ കണ്ണിന് എന്തൊരു പ്രത്യേകത ഉണ്ടോ? ഇത് സിൽവർ വെള്ളിക്കണ്ണ് വരുന്നത്. ഇത് നമുക്ക് ഈ റോമൻ നോസ് വരുന്നത്, അത് ഇതിൻ്റെ ബ്രീഡിൻ്റെ പ്രത്യേകത. അതായത് ഈ ബ്രീഡ് തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഇത് തന്നെ ചെയ്യണം. ബ്രീഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കറുപ്പ് അതുപോലെ തന്നെ വെള്ളിക്കണ്ണെന്ന് പറയുന്ന ബീറ്റിലൊന്നും അല്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഇത് വന്നാലേ ബീറ്റിലാവും എന്ന് നമുക്ക് പറയാൻ കഴിയൂല. ഇവിടെ ഈ പ്രധാന ഈ ബെൻഡ് വരിക, കൊമ്പുകൾ പതിഞ്ഞ് വരിക, ചില ചെവി പോലെ വരിക, പിന്നെ ഈ കാല് നല്ല പൊക്കമായിരിക്കും, ആള് നല്ല പൊക്കം ഇതായിരിക്കും. സാധാരണ ആടുകളെ പോലെ അല്ല, നല്ല ഹൈറ്റ് വരും. ഇവിടെ ഇതിനെല്ലാം നമ്മൾ ഇവിടെ നിൽക്കുന്നത് നാടനാടും ക്രോസ് ബ്രീഡ് ആടുകളെല്ലാം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇവിടെ കൂടുതലാണ് നമ്മുടെ ഇവിടെ ഫാമുകളിൽ കൂടുതലും തൊട്ടടുത്തുള്ള ആട് കർഷകർ വരുന്നുണ്ട്. അവർക്ക് മേലുകളെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഫീമെയിൽ ബ്രീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ ഇത് പാലുൽപാദന ശേഷി, ഇതെല്ലാം ഇതിന്റെ പ്രത്യേകത. ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് എല്ലാ ആടുകൾക്കും പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് പിന്നീട് കാലാവസ്ഥ ചേഞ്ച് ചെയ്ത് വരുന്നില്ല. അത് ക്രമേണ പിന്നീട് ആകുമ്പോൾ ക്ലിയർ ആയിക്കോളും. വേറെ പ്രശ്നങ്ങൾ ആടുകൾക്കെല്ലാം പൊതുവേ പ്രതിരോധിച്ചത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആട് വേറൊരു വീട്ടിൽ പോകുമ്പോൾ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഞാൻ പ്രത്യേകം പറയാറുണ്ട്, ഈ ആട് എന്ന് പറയുന്നത് ജീവനുള്ള സാധനം. തീർച്ചയായും അതിന് മനസ്സുണ്ട്, അതിന് ആഹാരവും കഴിക്കാനുള്ള വിശപ്പുണ്ട്, എല്ലാം ഉള്ളതുപോലെ തന്നെ സ്വന്തം സ്ഥലം മാറി പോകുന്നതിന്റെ വിഷമങ്ങളും വേവലാതികളും അതിനുണ്ട്. അങ്ങനെ വരുന്നുണ്ടാകുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതാരാണ്? ഇവനാണ് യുപിക്കാരൻ. യുപിക്കാരൻ. നമ്മുടെ കേരളത്തിലെ ആ മുൻ സമയങ്ങളിൽ നല്ല ഇത് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡാണ് ജമുനാപേരി. കുഞ്ചാക്കോ ബോബന്റെ സിനിമയിൽ പേരുള്ളത് ജമുനാപേരി. എന്താണ് ഇവന്റെ പ്രത്യേകത? ഇവന്റെ വെച്ചാൽ ഇപ്പോഴും ഈ അവിടുത്തെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഇവരെ 1 ലക്ഷം രൂപയിലുള്ള നല്ല സൗന്ദര്യമുള്ള ബ്രീഡുകൾ ഇപ്പോഴും ജമുനാപേരിയിലുണ്ട്. ഇപ്പോൾ അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ കേരളക്കാർക്ക് ഇപ്പോൾ പ്രിയവും കുറവുമാണ്.
പ്രിയം കുറവാണ് ഇപ്പോൾ. മുമ്പ് നല്ല പ്രിയമായിരുന്നു ജമുനാപേരി പിറന്ന ബ്രീഡ്. എന്താ പ്രിയം കുറയാനുള്ള കാരണം? പ്രിയം കുറയാനുള്ള കാരണം ഓരോ ബ്രീഡുകൾ വരുമ്പോൾ അതിൻ്റെതായ നോക്കുമ്പോൾ ആളുകൾക്ക് ഇത് മടക്ക് ചെവിയായിരിക്കും, കാണാൻ ഭയങ്കര ലുക്ക്. ഇത് ബാക്ക് കൂടായിരിക്കും, നല്ല ഇതായിരിക്കും. ഇതാണ് ഇതൊക്കെ പാലിന്റെ കാര്യങ്ങളൊക്കെ പാലെല്ലാം കൂടുതലാണ്. പാല് ഇതെല്ലാം കൂടുതലാണ്. നമുക്ക് ഇവരെല്ലാം കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ നല്ല കുഞ്ഞുങ്ങളെ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഗ്രോത്ത് കൂടുതൽ കിട്ടും, പാലുൽപാദന ശേഷി കൂടുതൽ കിട്ടും. അതാണ് ഇതിന്റെ എല്ലാം പ്രത്യേകത. ഇപ്പൊ മലബാരിക്ക് പ്രസവശേഷി കൂടുതലാണ്. ഇവരുടെ ബ്രീഡുകൾക്ക് പ്രസവശേഷി കുറവാണ്. പക്ഷെ ഇവരുടെ സ്വയം നമ്മളെ ഇതിലേക്ക് ബ്രീഡ് ആകുമ്പോഴേക്കും കൂടുതൽ കുഞ്ഞുങ്ങളും ഗ്രോത്തും എല്ലാം വരുന്നത്. ഇതിപ്പോ ഒരു മീറ്റിംഗിലൊക്കെ ഏകദേശം എത്ര കുഞ്ഞുങ്ങൾ വരും? ഇത് 3 കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ ബീറ്റിലെല്ലാം 6-7 കുഞ്ഞു വരെ എല്ലാം വന്നിട്ടുണ്ട്. 5 കുഞ്ഞുങ്ങൾ വരെയെല്ലാം നമ്മളിവിടെ വരുന്നിട്ടുണ്ട്. ഒരു ഈ മീറ്റിംഗ് ടൈം, അതായത് ഇവരുടെ ഗർഭകാലം എന്ന് പറയുന്ന സമയത്ത് ഏകദേശം എത്ര ടൈം എടുക്കും? നമുക്ക് 132 ദിവസം മുതൽ 160 ദിവസം വരെ ഇവരുടെ കാലാവധി. ചില ആടുകൾ 180 ദിവസം വരെ എല്ലാം പോകാം. ഇവിടെ കാലാവധി അതാണ്. നമ്മൾ സാധാരണ 5 മാസം 4.5 മാസം മുതൽ ആടുകളെ പ്രസവിക്കാം. ഓക്കെ. ഒരു ഡെലിവറിയിൽ ഒരു ശരാശരി ഏകദേശം എത്ര കുട്ടികൾ? ഇപ്പൊ ജമുനാപേരിക്കാണെങ്കിൽ 1 അല്ലെങ്കിൽ 2, സിരോഹിക്ക് അതുപോലെ തന്നെ 2, 1 അല്ലെങ്കിൽ 2, 3 കിട്ടുന്ന വർഗ്ഗങ്ങളുണ്ട്. അതേപോലെ ബീറ്റലുകൾക്ക് 3, 4, 5, മലബാരികൾക്കാണെങ്കിൽ 2, 3. ഈ കൂടുതൽ എണ്ണം എന്നുള്ളതിൽ പ്രസക്തിയില്ല. ഗ്രോത്ത് ഉള്ള ആളുകൾ വരുന്നു. അപ്പൊ ഈ ഒരു ക്വാളിറ്റിയിലേക്ക് കുട്ടികൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നല്ല ക്രോസ് ബ്രീഡ്, നല്ല ബ്രീഡുകളെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കണം. ഓക്കെ. പിന്നെ ഭക്ഷണത്തിൽ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? പ്രസവത്തിന്റെ സമയങ്ങളിൽ ആടുകൾക്ക് ഭക്ഷണം കൂടുതൽ കൊടുക്കുക, പ്രസവം കൺഫേം ആയതിനു ശേഷം മാത്രം കൂടുതൽ കൊടുക്കുക. ഓക്കെ. അങ്ങനെയെല്ലാം ഉണ്ട്. ഇല്ലെങ്കിൽ ആട് ചെന പിടിക്കാൻ നിൽക്കും. ഇപ്പൊ ഈ ക്രോസ് ബ്രീഡ് ആടുകൾ കൂടുതൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഇവർ ചെന പിടിക്കാൻ നിന്നാളായി. യൂട്രസിൽ കൊഴുപ്പ് കയറിയിട്ട് ചെന പിടിക്കാൻ നിൽക്കും. സാധാരണ ആടുകളെ മേച്ച് വളർത്തുന്ന രീതിയാണ്, കേരളത്തിൽ കെട്ടിയിട്ട് വളർത്തുന്ന രീതിയാണ്. അപ്പൊ കെട്ടുമ്പോൾ തന്നെ ആടുകൾ എന്ത് ചെയ്യുന്നില്ല, നടക്കാതെ വരുന്ന കൊഴുപ്പ് നമ്മളെ പോലെ തന്നെ അല്ലേ? അതെ. ഓക്കെ. പിന്നെ ഒരു കുട്ടി ആയിക്കഴിഞ്ഞാല് അതിനൊരു ആ ഒരു കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുട്ടിയായിരിക്കുന്ന സമയത്ത് ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും ഇവരുടെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നമുക്കൊരു 3.5 മാസത്തിലൊരു ഇഞ്ചക്ഷൻ അതാണ് വരുന്നത്. പിന്നെ ഇപ്പോഴേ മുമ്പ് കഴിഞ്ഞതിലെല്ലാം PPRന്റെ മാസങ്ങൾ കൂടുതലായിരുന്നു, ഇപ്പൊ കുറവാണ്. എന്നിരുന്നാലും ഈ മൃഗ സംരക്ഷണ വകുപ്പിന്റെ രീതിയിൽ അവിടെ ഡോക്ടറിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള ഇതുണ്ടാവും. ഓക്കെ. പിന്നെ ഫുഡിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കൂടുതലും ഫുഡിൽ നമ്മളൊരു കാര്യം, ഈ ആളുകൾ വളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം വാങ്ങിക്കൊടുക്കാൻ നിൽക്കും. അങ്ങനെയല്ല, ആട് വളർച്ച ഉള്ള ആടുകളാണ് നമ്മൾ വാങ്ങുന്നുവെങ്കിൽ അതിന് കറക്റ്റ് സമയത്തുള്ള ആഹാരം കൊടുത്താൽ മതിയാവും. നമുക്ക് 2 നേരം ആട്ടിന് ആഹാരം മതിയാവും, 3 നേരമൊന്നും വേണ്ട. രാവിലെ നമ്മൾ 7 മണിക്കാണെങ്കിൽ 7 മണിക്ക്, വൈകിട്ട് 5 മണിക്കാണെങ്കിൽ 5 മണി. കൃത്യമായിട്ട് നമ്മൾ ആടുകൾക്ക് ആഹാരം കൊടുക്കുക, കൃത്യസമയത്ത് കൊടുക്കുക. ഇവരൊരു ദഹന പ്രക്രിയയും കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര സമയം? ഇപ്പോൾ രാവിലെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം വരെ ഡൈജഷൻ? അതല്ല, അതിന്റെ ഈ ഇവർ അയവർക്കുന്ന രീതിയാണല്ലോ. ഓക്കെ. രീതി നടന്നോളൂ. ഓക്കെ. പിന്നെ ഇവിടെ ഇപ്പോൾ ഭക്ഷണം മെയിനായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നമ്മളിവിടെ പരുത്തി പുണ്ണാക്ക്, ചോറ്, അതുപോലെ ഗോതമ്പ് തവിടും കൂടിയാണ് കൊടുക്കുക. ഓക്കെ. പുല്ലെന്തെങ്കിലും കൊടുക്കുമോ? നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ പുല്ല് കുറവാണ്. അതിൻ്റെ ഇപ്പോൾ നമ്മൾ ആടുകൾ, നമുക്ക് എല്ലാ ബ്രീഡുകളും ഇവിടെ നിർത്തിയിരുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ ഈ തീറ്റയുടെ വില കൂടുതലും മറ്റു കാര്യങ്ങളെ വെച്ചപ്പോൾ നിലവിൽ കുറച്ചതാണ്. ഓക്കെ. ശരിക്കും നല്ല ബെസ്റ്റ് ബ്രീഡുകൾ ആടുകൾ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എടുക്കുന്ന നല്ലത്? മീൻസ് അപ്പം തുടക്കക്കാരായ അങ്ങനെ അതല്ല, പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ പഞ്ചാബിൻ്റെതാണ്. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ നമ്മൾ ആ മാസങ്ങളിൽ പോയിട്ട് നമുക്ക് കിട്ടിയത് വളരെ കുറവാണ്. പഞ്ചാബ് ആടുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയം. ഈ തുടക്കക്കാരായ ആളുകൾ വെളിയിൽ നിന്നും കൂടുതൽ സ്റ്റേറ്റ്, നമ്മളെ ജില്ല വിട്ട് പോലും ചിലർ മൊബൈലിലെല്ലാം വിളിച്ച്, തുടക്കക്കാരായ ആളുകൾ അങ്ങനെ വാങ്ങാതിരിക്കുന്നതാണ്. തൊട്ടടുത്ത് 2-3 കിലോമീറ്ററിനകത്തുള്ള ആടുകൾ വാങ്ങിച്ച് വളർത്തുന്നതാണ് നല്ലത്. പക്ഷെ വളർത്തി കഴിഞ്ഞിട്ട് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഉള്ള ആടുകളെ വളർത്തുമ്പോൾ നമ്മളെ മാർക്കറ്റ് അറിഞ്ഞ് വളർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ലാഭം. ഓക്കെ.
ഇവരുടെ ഈ വളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് എങ്ങനെ അതിന് എന്തെങ്കിലും ലാഭം വരുന്നുണ്ട് ഈ ആട്ടുംകാട്ട് കാഷ്ടത്തിന് നമ്മുടെ ഇവിടെ വന്ന് ഇടയ്ക്ക് എടുക്കുന്നത് 120 രൂപ ചാക്കിന് എടുക്കാറുണ്ട്. കാസർഗോഡ് അതുപോലെ തന്നെ 150, 160, 180 വരെയെല്ലാം ഇതുണ്ട്. കാഷ്ടത്തിന് വില ഉണ്ട്. അതുപോലെ ചില സമയങ്ങളിൽ മൂത്രത്തിന് വില വരാറുണ്ട്. പിന്നെ അത് ആട്ടിൻ്റെ പാലിന് ഒരു ലിറ്ററിന് 120 രൂപ വരെയെല്ലാം 1 ലിറ്റർ പാലിന് കിട്ടാറുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ഏതിൻ്റെ കാര്യം സംസാരിച്ചു വന്നപ്പോൾ ഒരു കാര്യം മറന്നുപോയി. അത് വേറൊന്നല്ല, എവിടേക്കാണ് ഇപ്പം നിലവിൽ ഫാമുകളുള്ളത് കേരളം? നമ്മൾ ഈ കൊറോണയുടെ സമയത്ത് നമുക്ക് 10-11 ബ്രാഞ്ചുകൾ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചാബിൻ്റെ ബ്രീഡുകളാണ് പ്രധാനമായിട്ടും. അതായത് ബീറ്റൽ ഗ്രാമ പദ്ധതി എന്ന് പറയുന്നൊരു ഇതിലാണ് നമ്മൾ തുടങ്ങിയത്. അത് കാസർഗോഡ് ഫാം ഉണ്ടായിരുന്നു, അതുപോലെ കോഴിക്കോട് ഉണ്ടായിരുന്നു, മലപ്പുറത്തുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഒരിടത്തും ഇല്ല എന്ന് പറയാം. ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മാത്രം. പിന്നെ കാസർഗോഡ് ഇപ്പോൾ മാർക്കറ്റായിട്ട് എവിടെയാണ്? മീനിടത്തൂരാണുള്ളത്. മീനിടത്തൂർ തിരൂർ 6 കിലോമീറ്റർ മീനിടത്തൂർ ഇപ്പം നിലവിൽ. അപ്പൊ ഇനി എന്താണ് ഭാവി പരിപാടി? ഏതുണ്ട്? അതായത് ഇനിയും കൂടുതൽ വെറൈറ്റി ബ്രീഡുകൾ ഇറക്കാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? നമുക്ക് ബ്രീഡുകൾ കൂടുതൽ എല്ലാ മാസം, ഇപ്പം ഈ മാസം ഇനി ഒരു 5 ദിവസമേ ഉള്ളൂ, നമുക്ക് രാജസ്ഥാൻ്റെ ബ്രീഡുകൾ വരുന്നുണ്ട്. ബുക്കിംഗ് ചെയ്യുന്നവർക്കാണ് നിലവിൽ ആടുകൾ വന്ന് കൊണ്ടുപോകുന്നത്, കൊടുക്കുന്നത്. ബീറ്റലുകൾ വരാറുണ്ട്. പുതിയ ബ്രീഡുകൾ നിലവിൽ ഇപ്പം ഈ കണ്ടതിൽ ഇപ്പോൾ ഈ ബ്രീഡുകൾ തന്നെയാണ് നല്ല ബ്രീഡുകൾ. ഇതിന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അപ്പം അത് ഞാൻ ചോദിക്കാൻ വന്ന ഒരു കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ? അതായത് ഇത് ആടിനെ വെറൈറ്റി ബ്രീഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഈ കേരളത്തിൽ നമുക്ക് ഈ ഫാം പോലുള്ള വിജയിക്കില്ല. അപ്പോൾ കൂടുതലും വരുന്നത് കുടിൽ വ്യവസായം പോലുള്ള വരുന്നത്. പിന്നെ നമ്മുടെ അതിർത്തിയായ ഈ ഇവിടെ തമിഴ്നാടിൽ നിന്നും അതുപോലുള്ളത് വരാറുണ്ട്. പിന്നെ നമുക്ക് കുറേ ഈ ഉള്ള 10, 15, 20 ഏക്കറുള്ള ആളുകൾ വന്ന് വരുന്നത് നമ്മളെ ആടുകൾ വാങ്ങാറുണ്ട്. അവരിൽ നിന്നുമാണ് നമ്മൾ കൂടുതലും എടുത്തുകൊണ്ടിരിക്കുന്നത്. ആടുകളെ കൊടുക്കുകയും തിരിച്ച് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പം മീറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായും ബ്രീഡിങ്ങിന് വരുന്ന മെയില് ആടുകൾക്ക് ഇവിടെ ഉള്ള കർഷകരെല്ലാം ആടുകളെ കൊണ്ടുവരുന്നത് ഇവിടെയാണ്. അപ്പോൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ബ്രീഡിങ്ങിൻ്റെ അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾ നല്ല വിലയ്ക്ക് നല്ല ഗ്രോത്തുള്ള കുഞ്ഞുങ്ങളെടുത്ത് വീണ്ടും അടുത്ത കർഷകരിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ തുടക്കക്കാരായ ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് കൊടുക്കും. അവരുടെ ബുദ്ധിമുട്ടനുസരിച്ച് അവർ തുടങ്ങലും എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ചോദിക്കാൻ വെച്ചൊരു ചോദ്യമായിരുന്നു, ഒരു തുടക്കക്കാർക്ക് എന്നുള്ള രീതിയിൽ, ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താ പറയാനുള്ളത്? അപ്പോൾ ഏറെക്കുറെ പറഞ്ഞു. എന്നാലും ഒരിക്കലും ആദ്യം തന്നെ പറയാമല്ലോ, ഒരു കാർഷിക മേഖലയാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് 2 വർഷമെങ്കിലും ഇതിന്റെ പിറകെ നടന്നാൽ മാത്രമേ നമുക്കിതിൽ ലാഭം കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ആദ്യം ഒരു ബേസിക് ആയിട്ട് കുറച്ച് നോളജും കാര്യങ്ങളും നമുക്ക് വേണം. വന്നാൽ ഇത് എപ്പോഴും നല്ല ആട് കാർഷിക മേഖല ഭക്ഷണ മേഖലയാണ്, ഭക്ഷ്യ മേഖലയാണ്. ഒരിക്കലും തകരാത്തൊരു മേഖലയാണ്. ഇപ്പോൾ ആട് വളർത്തൽ, ഇപ്പോൾ നമ്മുടെ ഇതിന്റെ കമന്റ് കണ്ട് താഴെയും വരും, ആട് സ്വർണ്ണമാണ്, ആട് കാഷ്ട ഇടുന്ന സ്വർണ്ണമാണോ എന്നെല്ലാം കമന്റുകൾ വരും. അറിവില്ലാത്ത കുറേ ആളുകളുണ്ട്. അറിവില്ലാത്തതായ ആളുകൾ പറഞ്ഞ കാര്യമില്ല. കാരണം ആട് സ്വർണം തന്നെയാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ 650 രൂപ വിൽക്കുന്ന ആട് 10 ഗ്രാം, വെറും 10 ഗ്രാം 6 രൂപ 50 പൈസയാണ്. 10 ഗ്രാം വെറും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 10 ഗ്രാമിന് വരുന്നത് 6.50 പൈസയാണ്. ഒരു കർഷകൻ ആടിന് കിലോ അവൻ ഉൽപ്പാദിപ്പിക്കണം എത്രയാണ് ഉണ്ടാക്കുന്നത്? അതിപ്പോൾ ഈ നശിക്കുന്ന ഫീൽഡാണ്. എല്ലാവരും ആട് മേഖല എല്ലാം തകർന്നു, അല്ലെങ്കിൽ തരിപ്പണമാണ്, വളർത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര രൂപ പോവും മാംസത്തിന്? അല്ലെങ്കിൽ 2003 എത്ര കിലോയ്ക്ക് എത്രയായിരുന്നു, ഇപ്പം എത്രയാണ് വില? കൂടിയിട്ടുള്ളൂ, കുറഞ്ഞിട്ടില്ലല്ലോ, ഒരിക്കലും കുറയില്ലല്ലോ. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് അങ്ങനെ കുറഞ്ഞിട്ടില്ലല്ലോ, ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണ്. ഇവർ നമ്മുടെ ഈ ആട് ചെറിയ ഈ മറ്റേ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്നെല്ലാം പറയുന്ന ആളുകൾ ചെയ്ത് പരാജയപ്പെട്ടവർ മാറി നിന്നിട്ട് ഇത് മോശമാവും. ഒരിക്കലും മോശമാവില്ല. കാരണം ആളുകൾ പാല് കുടിക്കുന്ന കാലത്തോളം ഈ മേഖല പോകില്ല, മാംസം ഉപയോഗിക്കുന്ന കാലത്തോളം ഇതെന്ത് ചെയ്യൂല, നശിക്കാത്ത വീടില്ല. അപ്പൊ ഏതിപ്പോ തുടക്കക്കാരായ ആളുകളോ തുടങ്ങുന്ന ആളുകളോ ആര് തുടങ്ങിയിരുന്നാലും ലാഭകരം തന്നെയാണ്. പക്ഷെ അറിഞ്ഞ് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ കാർഷിക മേഖലയിൽ ഈ വിദ്യ നമ്മൾ എല്ലാവരും മക്കളെ പഠിപ്പിക്കാറുണ്ട്. നമ്മളെ മക്കളെ ഡോക്ടർ ആക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ഡോക്ടർ ആവുന്നുണ്ടോ? അതുപോലെ തന്നെ എല്ലാവരും എഞ്ചിനീയർ ആവുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ പഠിച്ച മേഖല എല്ലാവർക്കും, അതായത് എല്ലാവർക്കും ഓരോ ഇതുണ്ട്. ചില ആട് കാർഷിക മേഖല നിൽക്കുന്ന ആൾ ചിലപ്പോൾ ലക്ഷ്യങ്ങളുണ്ടാകും. ഇപ്പം എൻ്റെ ഇത് പറയാലോ, ഇത് ഞാൻ 15 വർഷം കൊണ്ട് ഈ മേഖലയാണ്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമ്മൾ വളർച്ചയിലല്ലാതെ താഴ്ചയിലില്ല.
ഇപ്പോൾ ആടുകൾ വാങ്ങുന്നു, കൊടുക്കുന്നു, മീറ്റാകുന്നു, ആ രീതിയിലായിരുന്നാലും എൻ്റെ വീട്ടിൻ്റെ കാര്യങ്ങളും ചിലവുകളും കഴിഞ്ഞു പോകുന്നതും ഇന്നും ഫാം 15 വർഷം കൊണ്ട് നിലനിൽക്കുന്നു. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് വേറെ ഒന്നല്ല, ഹാർഡ് വർക്ക് എന്ന് പറയും. അതെ, അതിപ്പോൾ ഈ ചില ആളുകൾ ഭയങ്കര അസൂയ, നമ്മൾ എന്ന് പറയുന്നില്ല, ഭയങ്കര അസൂയ. നമ്മുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഭയങ്കര എന്തോ നമ്മളെ മോശപ്പെടുത്തുന്ന രീതി. അതെ, അത് പറയും, നമ്മളെ കേരളക്കാർക്കൊരു ഉള്ള ഒരു പ്രത്യേകത ഉണ്ട്, ഈ ഒരു അസൂയയിൽ നിന്നുണ്ടാകുന്ന ഒരു മനോഭാവം മറ്റുള്ളവർ വളരുമ്പം ഉണ്ടാകുന്ന പ്രശ്നം വലിയൊരു വിഷയമാണ്. അതിപ്പോൾ ഈ സിനിമയിലായിരുന്നാലും അല്ലാത്തതായിരുന്നാലും ഏത് മേഖലയിലുള്ള ഒരു വിഷയമാണ്. അത് തന്നെ കാർഷിക മേഖലയിൽ നിൽക്കുന്ന, ഇപ്പം നമ്മൾ നിൽക്കുന്നുണ്ട്, എത്രയോ ആളുകൾ ഈ ഭാഗത്തുള്ള എത്രയോ ആളുകൾ വന്ന് നമ്മളിൽ നിന്ന് മീറ്റ് വാങ്ങുന്നുണ്ട്, ആട് വാങ്ങുന്നുണ്ട്, നമ്മളുമായിട്ട് ഡെയിലി ഇടപെട്ടുകൊണ്ടിരിക്കുക. അവർക്ക് നമ്മളെക്കുറിച്ച് വ്യക്തത ഉണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ കോഴിക്കോട് നിന്ന് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നുവെങ്കിൽ എന്താണ് നമ്മളെക്കുറിച്ച് അറിയാവുന്നുള്ളത്. അതായത് എല്ലാ ആട് കാർഷിക മേഖലയിൽ നിൽക്കുന്നതായിരുന്നാലും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ നിൽക്കുന്ന മേഖലയിൽ ആത്മാർത്ഥത കാണിച്ചാൽ മതി, അസൂയയോ മറ്റതും ഒന്ന് മാറ്റിയാൽ മതി. ഷോർട്ട് കട്ട് ഉപയോഗിക്കരുത്. നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ അതിൽ നമ്മളൊരു ആരെയും പറ്റിക്കുന്നില്ല എന്ന് നമ്മുടെ മനസ്സ് തോന്നിയാൽ മതി. ഇപ്പോൾ ഇവിടെ വരുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു ബീറ്റലാണെങ്കിൽ ബീറ്റൽ എന്ന് പറഞ്ഞേ കൊടുക്കൂ, സിരോഹി ആണെങ്കിൽ സിരോഹി എന്ന് പറഞ്ഞേ കൊടുക്കുകയുള്ളൂ, ക്രോസ് ആണെങ്കിൽ ക്രോസ് ബ്രീഡ് എന്ന് മാത്രമേ പറഞ്ഞ് നമ്മൾ കൊടുക്കുകയുള്ളൂ. ക്രോസ് ബ്രീഡിനെ ബ്രീഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കില്ല. അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു ഇതാണ്. നമ്മളൊരു ബീറ്റലിൻ്റെ ഒറിജിനൽ ബ്രീഡിന് നല്ല ഒരു ഇതിൻ്റെ കുഞ്ഞിനെല്ലാം ഒരു 30-35,000 വില ഉണ്ട്. പക്ഷേ ഇതേ രീതിയിൽ ക്രോസ് ബ്രീഡുകളും കാണും, ഈ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ അത് വെറും 6,000-7,000 സാധനമായിരിക്കും. പക്ഷെ അത് വളർന്നു വന്നാൽ ആ ബ്രീഡിൻ്റെ സ്വഭാവം അത് കാണിക്കും. അപ്പോഴേക്കും നമ്മൾ അറിയാൻ പറ്റും ഇയാൾ തന്നത് എന്താണ്, ബ്രീഡല്ല എന്ന്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യാം. അതെ, അപ്പോൾ നമ്മുടെ ബ്രീഡുകൾ ഇപ്പോൾ അതുപോലെ തന്നെ ഈ ബ്രീഡ് എന്ന് പറയുമ്പോൾ അറിയാത്ത ആളുകൾ ബ്രീഡ് വാങ്ങിച്ച് വളർത്തരുത്, കാരണം പറ്റിക്കപ്പെടും. ബ്രീഡ് ആണെന്ന് അറിഞ്ഞ അല്ലെങ്കിൽ അതിനെ അറിയാമെങ്കിൽ മാത്രമേ ആ രീതിയിൽ ചെയ്യാവൂ. ഏതൊരു ജീവിയുടെ കാര്യം അതെ, ബ്രീഡ് അറിഞ്ഞ് തന്നെ ബ്രീഡ് വാങ്ങിയില്ലെങ്കിൽ നല്ല രീതിയിൽ പറ്റിക്കപ്പെടും. അപ്പോൾ നമ്മളൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. വേറെ ഒന്നല്ല, ഒരു ചെറിയൊരു സംശയം. ഇപ്പം മെയ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പം അവിടെ ബ്രീഡിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെയുള്ള ആളുകൾ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാടൻ ബ്രീഡുകൾ ഉണ്ടാവില്ലേ, അതിനെ ഇവരുമായിട്ട് ക്രോസ് ഇത് ചെയ്യിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഈ ഇതിൻ്റെ കുട്ടികൾക്ക് ശരിക്കും ഏതൊരു ഇതാ വരിക, മീൻസ് ഈ മെയിലിൻ്റെ ആ ഒരു ഇതാണോ വരിക, മെയിലിന്റെ ലുക്കാണ് കൂടുതലും വരുന്നത്. അതെ, മെയിലിൻ്റെതാണ്. ഇപ്പോൾ നമ്മൾ സിരോഹിയെ കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ സിരോഹിയുടെ പ്രിന്റും മറ്റു കാര്യങ്ങളിലാണ് കുഞ്ഞുങ്ങൾ ഇറങ്ങാറ്. ആ ഇറങ്ങുന്ന സമയത്ത് ഗ്രോത്ത് കൂടുതലായിരിക്കും. നമ്മൾ ഈ ഒരു നാടനാട് 6,000 രൂപയ്ക്ക് കൊടുക്കുന്ന സ്ഥലത്ത് അതേ ഗ്രോത്ത് ഉള്ളതോട് നമുക്ക് 12,000 രൂപ കൊടുക്കാൻ പറ്റും. അതാ പ്രത്യേകത. ബ്രീഡിന്റെ വില കിട്ടൂല ഇവർക്ക് ഒരിക്കലും. ബ്രീഡിന്റെ വിലയോ ഇപ്പൊ നാടനാടിനെ കൊണ്ടുവന്ന് ബീറ്റലിനെ ക്രോസ് ചെയ്യിപ്പിച്ചാൽ ബീറ്റൽ കുഞ്ഞുങ്ങൾ ഇടില്ല. അപ്പോൾ ഈ ക്രോസ് ബ്രീഡൊക്കെ ചെയ്യിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു ബ്രീഡിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇത് ഒറിജിനൽ ബ്രീഡാണെന്ന് അറിയാൻ എന്താ ഒരു വഴി ഉണ്ടാവുക? ബ്രീഡിൻ്റെ അത് നിൽക്കുന്ന ഒരു 90 ആളുകൾക്കും ഇതിൻ്റെ ഇതിൽ ഇറങ്ങുന്ന പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ഒരു 6 മാസം ഇതിൻ്റെ പറയുന്ന നിൽക്കുമ്പോഴേക്കും. അതാണ് ആദ്യം പറഞ്ഞത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇത് ഓരോ ബ്രീഡിന് അതിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെവിയെ പിടിച്ചിട്ടാണ് നമ്മൾ ബീറ്റൽ നിന്നത്, സൈലന്റ് ആയിട്ട് നിന്നില്ലേ. പക്ഷേ ക്രോസ് ബ്രീഡാണ് എൻ്റെ ചെവിയെ പിടിക്കുമ്പോൾ നിൽക്കൂല. അങ്ങനെ ഓരോ പ്രത്യേകതകളുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു. വെൽക്കം.